ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മല്ലിയില കൊണ്ട് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ദോശയാണ്. ഇത് നല്ല ടേസ്റ്റിയും എന്നാൽ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മല്ലിയില ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്തൊന്ന് വെച്ചിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് 1 കപ്പ് അളവിലാണ് ഞാൻ മല്ലിയില ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. 10 ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ തന്നെ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിലാണ് ജീരകം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അരയാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കട്ടയില്ലാതെ നല്ലതുപോലെ നിന്ന് കുഴച്ചെടുക്കാം. ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഇനി ഒരു തവ സ്റ്റവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തടവി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിത് കുറേശ്ശെ കോരി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പരത്തി എടുക്കാം. തീരെ കനം കുറച്ച് പരത്തണ്ട. ഈ ഒരു പരുവത്തിൽ പരത്തിയെടുത്ത് കുറച്ച് കട്ടിക്ക് പരത്തിയെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിത് ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. വളരെ പതുക്കെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ തടവി കൊടുക്കുക. മറുവശം മൂത്ത് വരുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് ഓയിൽ തടവി കൊടുക്കുക. സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ 3-4 തവണയൊന്ന് തിരിച്ചും മറിച്ച് വിട്ട് ഓയിൽ തൂത്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ ചപ്പാത്തി പൊങ്ങി വരുന്നത് പോലെ ഇത് പൊങ്ങി വരുന്നതാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയെന്നോ ചപ്പാത്തിയെന്നോ ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.